ഹലോ, ഞാൻ ജൂലി രാകേഷ്. അപ്പം നമ്മുടെ ഏഞ്ചൽ നമ്പർ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് 666 ആണ്. 666 എന്താന്ന് പറയണമെന്ന് വെച്ചാൽ, അതായത് ഈ ഓടി നടന്ന് അത്യാഗ്രഹമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരായിക്കോട്ടെ, പൈസയുടെ പിന്നാലെയും എല്ലാത്തിൻ്റെ പിന്നാലെ തിരക്കിട്ട് ഓടുന്ന എല്ലാവരും ഇപ്പം അങ്ങനെ തന്നെയാണല്ലോ ജീവിക്കുന്നത്. ആ തിരക്കിൽ നിന്നൊക്കെ മാറി നീ നിന്റെ കുടുംബത്തോടും ചെലവഴിക്കേ എന്നുള്ളതാണ് ഈ 666ന്റെ അർത്ഥം. അതേപോലെ ഇപ്പൊ ബാക്കിയുള്ളതിനൊക്കെ കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നതൊക്കെ കാണുമ്പോൾ എൻ്റെ ഇന്നത് ഭഗവാനിലേക്ക് എത്താറെ, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ആവാറെ, ഞാൻ ശരിയായ വഴിയിലാണെന്നൊക്കെ എല്ലാത്തിനും അതിൻ്റെതായത് പറഞ്ഞിരുന്നു. 666 കണ്ടിട്ട് നമ്മൾ ഒരു ഇപ്പൊ ഓരോന്ന് കാണുമ്പോൾ നന്ദി എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ കണ്ടിട്ട് നന്ദി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മള് ദേവാലയങ്ങളിൽ എത്തുക എന്നുള്ളതാണ്. അതായത് 666 നീ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു സമാധാനത്തോടെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുക, കുടുംബത്തോടൊപ്പം ഒന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ്. റിലാക്സ് ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും അമ്പലങ്ങളിലേക്ക്, അതായത് ദേവാലയങ്ങൾ, അത് ചർച്ച ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ്. ഇതിപ്പോ നമ്മൾ കണ്ടു, നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ എത്തുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെ പ്രപഞ്ചം തെരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഈ പറയാറില്ലേ, മൂകാംബികയ്ക്ക് പോവാണെങ്കിൽ ഭഗവതി വിളിക്കണം എന്ന് പറയുന്നത്, അതേപോലെ തന്നെയാണ് ഈ നമ്മൾ അങ്ങോട്ട് ഒരു ദേവാലയത്തിൽ ഒരു സ്പിരിച്വൽ ഇതിലേക്ക് എത്തണം എന്നുള്ളത് ഈ പ്രപഞ്ചം തീരുമാനിച്ചിട്ടുള്ളതാണ്. ഉറപ്പായിട്ട് നമ്മൾ അതിലേക്ക് എത്തും. അങ്ങനെയാണ് ഈ പെട്ടെന്നൊക്കെ ഓരോ അമ്പലങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഇനി അതുമല്ല, പോവാ മാത്രമല്ല, നമ്മളിപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലൊരു തടസ്സമോ ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ ഒരു എന്തെങ്കിലും നേർച്ചയായിട്ട് പൊക്കോട്ടെ, എന്തെന്നായിക്കോട്ടെ, അല്ല ഇപ്പൊ വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലും എത്ര തിരക്കുള്ള സമയമാണെങ്കിലും നമുക്ക് അവിടെ തിരക്ക് നമുക്ക് കിട്ടില്ല. ആ സമയമാകുമ്പോൾ നമുക്ക് തിരക്ക് അനുഭവപ്പെടില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ സുഖമായിട്ട് നടക്കും. ഒരു പോയി കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു തൃപ്തി, സന്തോഷകരമായിരിക്കും. ആകെ ഒരു ഡിവൈൻ ഫീലിംഗ് ആയിരിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രപഞ്ചം നമ്മളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ ദേവാലയങ്ങളിലേക്ക് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. സ്പിരിച്വലിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അതായത് ദൈവീകമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്രയും ഒരു ഡിവൈൻ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ.